വരവേൽപ്പിലൊക്കെയാണ് നമ്മുടെ നാടൊക്കെ ഇങ്ങനെ അല്ലെ, വെള്ളാരപ്പൂ മരവേല്. അതില് ഇതുണ്ട് ഓണത്താറ്. ഓണത്താറ്, ഓണക്കാറ് എല്ലാവരും അവർക്ക് അറിയില്ല, ഇത് അവർക്കറിയില്ല. ഇങ്ങനെ ഒരു കുഞ്ഞി തെയ്യം വരാനുള്ള കാര്യം അറിയാറില്ല അവർക്ക്. അവർക്ക് ഓണത്തപ്പൻ വേറെ, തെക്കോട്ടൊക്കെ ഓണത്തപ്പൻ. പക്ഷെ അത് അവർക്ക് വലിയൊരു അനുഭവമായിരുന്നു. വേറെ പിന്നെ ഇദ്ദേഹത്തിന് വരെ നമ്മുടെ പിന്നെ സത്യനന്ദിക്കാടിന് പോലും അദ്ദേഹത്തിന് അറിയാത്തൊരു ലോകമാണ്. പക്ഷെ എന്നോട് അങ്ങനെ പറഞ്ഞൊന്നുമില്ല. അത് കണ്ടപ്പോൾ തന്നെ പുള്ളിക്ക് ഇഷ്ടമായി. അവർ ഓണക്കാറും മഴക്കാറും ഉദ്ദേശിച്ചത്. അതെ, പലതും. പക്ഷേ ജോൺസണും പിന്നെ സത്യനൊക്കെയാണ് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത്. അതെ 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 അതെ. പിന്നെ എത്രയോ പടങ്ങൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അതെ അതെ. ജോൺസൺ എനിക്കൊരു 36 സിനിമ, ഞാനൊരു കണക്ക് നോക്കിയപ്പോൾ 36 സിനിമയിൽ ജോൺസൺ മാഷുമായിട്ട് 36 ഹിറ്റാണ്. ആ പാട്ടുകളെല്ലാം ഹിറ്റാണ്. കൂട്ടത്തിൽ തന്നെ ഞാൻ രവിയേട്ടനായിട്ടും ഔസേപ്പച്ചനായിട്ടും ഒക്കെ ചെയ്തു. പിന്നീട് ദീപക് ദേവ്, അതെ അതെ, പുതിയ ആൾക്കാർ, തുടങ്ങിയ ആൾക്കാർ, അൽഫോൺസ്, അതെ അതെ, ഇവരൊക്കെ നമ്മുടെ കൂടെയാണ്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ വരുന്നതിന് മുമ്പേ ശരിക്ക് ഞാൻ എൻ്റെ ഗുരുനാഥൻ S.V.S. നാരായണൻ ഒരാളായിരുന്നു തിരുവനന്തപുരത്ത്. അവിടെ പഠിക്കുമ്പോഴാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്, ക്ലാസിക്കൽ പഠിക്കുമ്പോൾ. അതെ അതെ. അപ്പോൾ എൻ്റെ ഗുരു എന്നോട് ചോദിച്ചു, 60 ദിവസമായിട്ട് പാടിയാൽ മതിയോ എന്നൊക്കെ തമാശ പറയും. ഞാൻ പറഞ്ഞു പോരാ, എനിക്കിപ്പോൾ പാടണം. അതിനിടെ അദ്ദേഹം മരിച്ചു പോയി ഇപ്പോൾ. പക്ഷേ എൻ്റെ ഒരു പരിശ്രമം, ഞാൻ 3 മണിക്ക് രാവിലെ എഴുന്നേറ്റ് സാധകം ചെയ്യും. സാറ് ജീവിച്ചിരിക്കുന്നത് പറ്റിയില്ല മാത്രമേ ഉള്ളൂ. ഒരു 35 വയസ്സാകുമ്പോഴേക്കും ഞാൻ പാടാൻ തുടങ്ങി, കച്ചേരി പാടാൻ. അങ്ങനെ കച്ചേരി പാടുന്ന, ക്ലാസിക്കൽ കച്ചേരി പാടുന്ന ഒരാളും ഉണ്ടായിട്ടില്ല അന്നുണ്ടായിരുന്നില്ല. ദാസേട്ടനെ ഒഴിച്ച് വേറെ ആരുമില്ല. എഴുത്തുകാരിലും ഇല്ല, പാട്ടുകാരിലും ഇല്ല. നമ്മുടെ സിനിമയിലെ പാട്ടുകാരിൽ ആരുമില്ല.